ഒന്നാമത്തെ പ്രശ്നം സഖാവ് ചിത്തരഞ്ജൻ ചാനൽ ചർച്ചയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുക. അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് തന്റെ വാദം ജയിക്കാൻ വേണ്ടി താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്നത് പച്ച കള്ളം പറയാൻ പാടുണ്ടോ? ഞാൻ പറയുന്നത് എനിക്കൊരു തണ്ടിനും പേടിയില്ല. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ചർച്ച കാണുകയല്ലേ. താങ്കൾ ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? എങ്ങനെയാണ് ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇതാണ് വസ്തുത എന്ന് പറയുമ്പോ വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിനെ പച്ചക്കള്ളം എന്നല്ല. അദ്ദേഹത്തിന് പിന്നെ സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? ഒരു മൂന്നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? അദ്ദേഹത്തിന് സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? കഴിയില്ല. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഗോപിനാഥ് രവീന്ദ്രന്റെ യോഗ്യത എന്താണ് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ബിന്ദു എന്ന് പറയുന്ന മന്ത്രിയെ നിങ്ങൾ ആക്ഷേപിച്ചു. നിങ്ങൾ ആ മന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ആ വേലക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒന്നും പറയണ്ട. ശരി, അങ്ങനെ പറയുന്നില്ല. വളരെ വിനയത്തോടു കൂടി പറയട്ടെ. ചാൻസലർക്ക് പ്രോ ചാൻസലർ ഈ ഗവൺമെന്റ് അവരുടെ അഭിപ്രായമാണ് കൊടുത്തിരിക്കുന്നത്. തീരുമാനിക്കാം. അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അധികാരാവകാശം ഇല്ല. അവനൊന്നും അറിയില്ല. അധികാരാവകാശം ഇല്ല എന്നാണ് പറയുന്നത്. താങ്കളൊരു MLA അല്ലേ, അങ്ങനെ കത്ത് കൊടുക്കാൻ കഴിയില്ല എന്നറിയില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ കോടതി കത്ത് കൊടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? കോടതിയിൽ പറഞ്ഞോളാം. അങ്ങനെ കത്ത് കൊടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? താങ്കളൊരു MLA അല്ലേ? പറഞ്ഞു കൊടുക്കണേ. സർവകലാശാല നിയമനത്തിൽ അങ്ങനെ ചാൻസലർക്കും പ്രോ ചാൻസലർ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല. സഖാവ് ചിത്തരഞ്ജനോട് വേല കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ശ്രമിച്ചു. സഖാവ് ചിത്തരഞ്ജന്റെ വരട്ടൽ കേട്ടാൽ ഞാൻ 6ാമത്തെ വയസ്സിൽ പോലും പേടിക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അത് മാത്രമേ പറയാനായിട്ടുള്ളത്.